അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് പറയുമ്പോൾ ജനുവരി 28. എല്ലാ ബർത്ത്ഡേയും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. വീട്ടിലുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും മോൾക്ക് ഇതൊന്നും അറിയത്തില്ല. അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവൾക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്ത് തുടങ്ങിയത്. പക്ഷേങ്കിൽ ആൾ എക്സാം കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും കൂടി ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം വരെ ഒന്നും ചെയ്യുന്നില്ല. ഈ വർഷം എന്തായാലും ബർത്ത്ഡേ ആഘോഷമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയിട്ട് എല്ലാം റെഡിയാക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഡിന്നറിന് കണക്കാക്കിയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എല്ലാവരും ഒത്തുചേരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് പ്രിപ്പറേഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ബ്രൗണിയാണ് ചെയ്യുന്നത്. ബ്രൗണി ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ റോസ്റ്റും പനീർ മസാല പിന്നെ എന്തോന്നാണ് നമ്മുടെ ഗോബി മഞ്ചൂരി ഇങ്ങനെ കുറച്ച് പിന്നെ സാലഡ്സ് ഉണ്ട്, വെജും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ ഐസ്ക്രീം വിത്ത് ബ്രൗണി പിന്നെ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ആരും കണ്ടിട്ടില്ല, കുറച്ച് പേരാണ് കണ്ടിട്ടുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയും കൂടി കാണാൻ കേട്ടോ. നല്ലൊരു കേക്കാണ്, ലെമൺ കാർഡ് കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഇല്ല. ചെറിയ പുളിപ്പും മധുരമായിട്ട് വരുന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല കേക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബ്രൗണിക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ സ്റ്റൗവിൽ ഒരു സൈഡ് ചിക്കനും ഒരിടത്ത് ഗോബി മഞ്ചൂരിയായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും മോള് ഫുഡൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ആവും എന്ന് കരുതി. പക്ഷേ അവൾ 11 മണിയായപ്പോൾ തന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് വൈകുന്നേരം വരുന്നതിന് മുന്നേ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞ്. പിന്നെ ശരിക്കും ബർത്ത്ഡേ കുട്ടി സർപ്രൈസ് ആയില്ല. അനിയത്തി കുട്ടി വന്നപ്പോൾ നല്ലപോലെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും ചെയ്യുന്ന കാര്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതൊക്കെ റെഡിയായി കണ്ടപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസായി. പിന്നെ പ്രതീക്ഷിച്ച പോലെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോ കാര്യത്തിൽ തിരക്കിലായിരുന്നു. അപ്പോൾ തന്നെ ഫുഡെല്ലാം വീട്ടിലൊക്കെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ. അമ്മയുടെ വീട്ടിലും അനിയൻ്റെ വീട്ടിലൊക്കെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് അന്നത്തെ ദിവസം അതൊരു വിഷമമായിരുന്നു. കാരണം എല്ലാ ബർത്ത്ഡേക്കും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. 2 മക്കളുടെ ബർത്ത്ഡേക്കും ഒരുമിച്ച് ഇവിടെ കൂടുന്നതാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം അത് തെറ്റി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, ഓരോ സാഹചര്യങ്ങളാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പിന്നെന്താണ് ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള ഇതാണ് കേട്ടോ ടേബിള്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൗണി. അപ്പോൾ ബ്രൗണിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട് കേട്ടോ. മോളുടെ പപ്പയൊക്കെ വന്നു.
രാത്രിയായി. ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ചെറിയ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേക്ക് ഈ ഒരു സെമി ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മേളിൽ മാത്രം കുറച്ച് നോസിൽ വർക്കൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ മറക്കണ്ട. ഇതിന് മുന്നിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അനിയത്തിയുടെ വക ഗിഫ്റ്റ് കൊടുത്തു. അത് മൊത്തം ചോക്ലേറ്റ്സ് ആണ്. പിന്നെ അന്നേരം തന്നെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, നമ്മളിതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ.